അതുപോലെ തന്നെ ചാമ അത് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ചാമയുടെ പായസമൊക്കെ ഇടയ്ക്ക് വെക്കാറുണ്ട്. അതാണ് എനിക്ക് കിട്ടാറുണ്ട് ചാമയുടെ പായസമൊക്കെ. മീനൊക്കെ അവര് പുഴയെന്ന് കിട്ടണ മീൻ ഇതിങ്ങനെ കഴിക്കും. കൂടുതലും പുഴയെന്നാണ് പിടിക്കുക. ശരിയാ. എന്നിട്ട് ഇവരിങ്ങനെ വിൽക്കുണ്ടാവോ? പുറത്തേക്ക് കൊടുക്കുവോ? പുറത്തേക്ക് കൊടുക്കാറില്ല. പുറത്തേക്ക് നമ്മളെ പോലുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കും. പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവൂല്ലേ വീട്ടിലൊക്കെ? പച്ചക്കറികളൊക്കെ ഇവർക്ക് കിട്ടും. പിന്നെ ഇവര് ഇവിടെ കാട്ടിലൊരു തവാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് വെച്ച് കറി വെക്കും. അത് അച്ചാറിടും. പട്ടിപ്പുല്ല് എന്നാ പറയാ. പുല്ല് വലിയ പുല്ലാണ്. അതിന്റെ കൂമ്പെടുത്ത് ഒരു കറി വെക്കും. പിന്നെ അതേപോലെ നമ്മുടെ ഈ മുളയുടെ കൂമ്പ് അത് കറി വെക്കും. അതിന്റെ അടിയിലൊരു മാങ്ങ ഉണ്ട്. ഈ മുളയുടെ അത് കുത്തിയൊക്കെ തിന്നാറുണ്ട്. പിന്നെ കാട്ടിൽ തന്നെ പല കാഞ്ഞിരക്കിഴങ്ങ്, അതുപോലെ തന്നെ ചവ്വാല്, കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ വിഭവങ്ങളൊക്കെ ഇവർക്ക് തേനെടുക്കുന്ന സമയത്ത് തേനിന്റെ കുഞ്ഞില്ലേ, അതിനെ കൊത്തി പിടിച്ചാൽ പറ്റില്ല. അപ്പോഴും പണ്ടത്തെ കാലത്തൊക്കെ അതിന് നല്ല ഔഷധം കൂടെ ഉണ്ടാവില്ല. ഇപ്പൊ തേനിന്റെ തിന്നാൻ നല്ല ഇതായി. പക്ഷെ നമുക്ക് തിന്നാൻ പറ്റില്ല. അവര് കഴിക്കും. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ താറാമട്ട കൊത്തി പിടിച്ച മാതിരി ഇരിക്കാം. ഏട്ടൻ കഴിച്ചില്ല? ഞാൻ കഴിച്ചില്ല. ചോറുണ്ട്. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അവര് കറിയൊക്കെ വെക്കും. ഒരു നമ്മളെ തന്നെയുള്ള ഒരു വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഈ പരിപ്പ് കുത്തി കാച്ചില്ലേ, അത് ഞാൻ ഇവിടെ വിറകില്ല തന്നെ ഇട്ട് വേവിച്ച് അത് വെച്ചിട്ടാണ് ഞാൻ കഴിക്കുക. ഏട്ടനിപ്പോ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാവും വിചാരിക്കും. അപ്പൊ ഇവരെ വിളിച്ചു അങ്ങോട്ട് വരും, ഞാനും ഇങ്ങോട്ട് വരും. ഇവരെ വിശേഷങ്ങൾക്കൊക്കെ എല്ലാ വിശേഷങ്ങളും ഞാൻ വിളിക്കും. എല്ലാവരുടെ വിശേഷത്തിനും ഞാൻ വരും. എല്ലാ വീട്ടിലും വരും. ഇവര് കല്യാണം നമ്മുടെ സാധാ പോലെ സ്വർണ്ണം കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. കഴിവുള്ളതനുസരിച്ച് കൊടുക്കും. ഡ്രസ്സൊക്കെ അവര് പുറത്തേക്ക് പുറത്തേക്കൊക്കെ വരും. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കല്യാണത്തിന്റെ പേര് തന്നെയായി. നമ്മളെക്കാളും കൂടുതൽ കല്യാണാഘോഷങ്ങളൊക്കെ കുറെ ദിവസം ഉണ്ടാവും അല്ലേ ഇവരുടെ. നല്ല ഭംഗിയുള്ള രീതികളാണ് കഴിക്കുക. എല്ലാവരും കടം മേടിച്ചാൽ അവരെല്ലാം ഭംഗിയാക്കും.